നമസ്കാരം. നവകേരളവും കേരളീയവുമെല്ലാം മറക്കേണ്ട സമയമായി. ഇനി മുഖ്യമന്ത്രിയുമായി മുഖാമുഖം സംവാദമാണ്. അടുത്ത ഫണ്ട് മുക്കൽ പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അതിന് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന പരിപാടിയുടെ പേരാണ് മുഖാമുഖം. ഇതും സ്പോൺസർഷിപ്പ് ചെലവിൽ എന്നതാണ് ഇടത് സർക്കാരിന്റെ വാദം. എന്നാൽ ഇതേ രീതിയിൽ കേരളീയം പരിപാടിക്ക് ചെലവ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിരുന്ന സർക്കാർ ഇന്ന് ആ സ്പോൺസർഷിപ്പുമാർ ആരാണ് എന്നും എത്രത്തോളം തുക ലഭിച്ചു എന്നും ചോദിച്ചാൽ തഞ്ചി കളിക്കുകയാണ് എന്നതാണ് വാസ്തവം. എന്ന് വെച്ചാൽ കേരളീയത്തിന് കോടികൾ പൊടിച്ചത് സാധാരണക്കാരന്റെ പണം, അതായത് പൊതുഖജനാവിലെ പണം കൊണ്ട് തന്നെയാണ് എന്നത് വ്യക്തം. പരിപാടിക്ക് എത്ര ചിലവായി എന്നതിന്റെ കണക്ക് പോലും പറയാൻ സാധിക്കാത്ത സർക്കാരാണ് ഇന്ന് അടുത്ത പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ആയതിനാൽ മുഖാമുഖവും ജനങ്ങളുടെ കാശ് മന്ത്രിമാരുടെ കീശയിലാക്കാനുള്ള പദ്ധതിയാണ് എന്നത് ഉറപ്പ്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ ജനങ്ങളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിക്ക് ഈ മാസം 18 മുതൽ ആരംഭം കുറിക്കുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നീ 6 ജില്ലകളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് മുഖ്യമന്ത്രി ആശയ സംവാദം നടത്തുക എന്നാണ് റിപ്പോർട്ട്. മുഖാമുഖം നടത്തേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശം പൊതുഭരണ വകുപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 2000 പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് CPM ശ്രമിക്കുന്നത്. പരിപാടിക്ക് ഫണ്ട് നവകേരള സദസ്സിൽ കണ്ടെത്തിയതുപോലെ സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പങ്കെടുക്കുന്നവർക്ക് ലഘുഭക്ഷണം, ചായ, കുടിവെള്ളം എന്നിവയെല്ലാം ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ പറയുന്നു. ഫെബ്രുവരി 18-ന് കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംവദിച്ചതിന് ശേഷമായിരിക്കും പരിപാടിയുടെ ആരംഭം കുറിക്കുന്നത്. മാർച്ച് 3-ന് റെസിഡന്റ് അസോസിയേഷനുകളുമായി സംവദിക്കുന്നതോടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി അവസാനിക്കും. വിവിധ ജില്ലകളിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, സാംസ്കാരിക പ്രവർത്തകർ, ആദിവാസി, ദളിത് വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, പെൻഷനേഴ്സ്, വയോജനങ്ങൾ, വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരെല്ലാമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 20-ന് തിരുവനന്തപുരത്ത് യുവജനങ്ങളുമായുള്ള സംവാദ പരിപാടിയാണ് സംഘടിപ്പിക്കുക എന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 22-ന് എറണാകുളത്ത് മഹിളകളുമായുള്ള സംവാദവും 24-ന് കണ്ണൂരിൽ ആദിവാസി, ദളിത് വിഭാഗവുമായിട്ടുള്ള സംവാദവുമാണ് നടക്കുക. 25-ന് തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള സംവാദവും 26-ന് തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരുമായുള്ള സംവാദവും 27-ന് തിരുവനന്തപുരത്ത് സീനിയർ സിറ്റിസൺസുമായിട്ടുള്ള സംവാദവും സംഘടിപ്പിക്കും. 29-ന് കൊല്ലത്ത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരുമായിട്ടാണ് സംവാദം നടത്തുക. മാർച്ച് 2-ന് ആലപ്പുഴയിലെ കാർഷിക മേഖലയിലുള്ളവരോട് മുഖ്യമന്ത്രി സംവദിക്കും. മാർച്ച് 3-ന് എറണാകുളത്ത് റെസിഡന്റ് അസോസിയേഷനുമായുള്ള സംവാദം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നേക്കാം എന്നാണ് റിപ്പോർട്ട്. ഇനി ഇതിന്റെ പേരിൽ എത്ര കോടിയാണ് സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ നിന്ന് എടുത്തു കളയുന്നത് എന്നത് കണ്ടറിയണം.